കണ്ടതിൽ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇപ്പോൾ സോയിൽ നെയിലിംഗ് എന്ന് പറയുന്ന സൈഡ് പ്രൊട്ടക്ഷൻ ടെക്നോളജി അതൊരിക്കലും കേരളത്തിന് ഫീസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഇപ്പം നിങ്ങൾ ആ സൈഡിൽ ഇപ്പം വടകരയിൽ ദേശീയപാതയുടെ സൈഡിൽ മുക്കാളിയിലൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു വീണ്, കുന്നിയോർ മലയിൽ വടകരയിൽ ദേശീയപാതയുടെ സൈഡിലുള്ള ഉയരത്തിൽ പോലും ഈ സോയിൽ നെയിലിംഗ് ചെയ്യുന്നിടത്ത് അത് മുഴുവൻ ഒന്നിച്ച് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുക. അപ്പോൾ അവിടെ അന്ന് പരിശോധന നടത്തി IIT ഉൾപ്പെടെയുള്ള ആൾക്കാർ വന്നിട്ട് അത് പരിശോധന നടത്തിയിട്ട് ഇനി അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ല, പകരം കോൺക്രീറ്റിന്റെ നോർമൽ സ്ട്രെങ്ത്തുള്ള റീറ്റെയിനിങ് വാൾ വേണമെന്നുള്ളതാണ് ദേശീയപാത സൈഡിൽ പോലും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പോലും നിങ്ങൾ വാർത്ത കണ്ടു, ഒന്നിച്ച് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുക. ഇത്ര 12 മീറ്ററോ മറ്റോ ഉള്ള ഇരുമ്പ് കമ്പികൾ പിന്നെ ഇതിന്റെ ബലത്തിന് വേണ്ടി ഉള്ളിലേക്ക് അടിച്ചു കയറ്റി ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ കണ്ടപ്പോൾ ആ സൈഡിൽ പാളികൾ പൊളിഞ്ഞു നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചത് സോയിൽ നെയിലിംഗ് ആണോ. അപ്പോൾ അവർ സോയിൽ നെയിലിംഗ് നമ്മുടെ മണ്ണിനോ നമ്മുടെ പ്രകൃതിക്കോ കാലാവസ്ഥക്കോ ചേർന്ന ഒന്നല്ല. അവിടെ വടകരയിലെ വീടുകൾക്ക് പോലും കേടുപാടുകൾ ഉണ്ടായി, മൊത്തം ഇടിഞ്ഞു വീണു. ദേശീയപാതയുടെ പിന്നെ സൈഡ് പ്രൊട്ടക്ഷൻ പല സോയിൽ നെയിലിംഗ് ചെയ്തെടുത്തൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുക. ഇനി സോയിൽ നെയിലിംഗ് വേണ്ടാന്ന് അവിടെ യോഗം കൂടി ഞങ്ങൾ തീരുമാനിച്ച് അവിടെ ജനങ്ങൾ സമരം നടത്തി. ഇപ്പം റീറ്റെയിനിങ് വാൾ, സൈഡ് പ്രൊട്ടക്ഷൻ സ്ട്രെങ്ത് ഉള്ള റീറ്റെയിനിങ് വാളാക്കി മാറ്റേണ്ടി വരും. അപ്പോൾ ഇത്രയും വലിയ ഒരു സ്ഥലത്ത് അങ്ങനെ സോയിൽ നെയിലിംഗ് മതി എന്ന് തീരുമാനിച്ച് അതിൻ്റെ ഒരു എഞ്ചിനീയറിംഗ് കോമ്പറ്റൻസ്, സർക്കാരിലെ എഞ്ചിനീയറാണ് അതിൻ്റെ എഞ്ചിനീയറിംഗ് നെയിലിംഗ് തന്നെ അതിന്റെ ശാസ്ത്രീയമായ രീതിയിലല്ല ചെയ്തത് എന്നുള്ള ആക്ഷേപവും വരുന്നുണ്ട്. കാരണം ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ അതല്ലല്ലോ ഇപ്പം പറയേണ്ടത്. ഞാൻ പറയേണ്ട ആളും ഞാനല്ല. അത് ടെക്നിക്കലായിട്ടുള്ള പരിശോധനകൾ നടക്കട്ടെ, അത് അപ്പോഴാണ് പറയേണ്ടത്. പക്ഷേ ദേശീയപാത നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് സോയിൽ നെയിലിംഗ് ചെയ്തൊക്കെ എവിടെയാണോ വടകര പ്രദേശത്ത് കണ്ടത്, അവിടെ അത് നിൽക്കുന്നില്ല, അവിടെ അത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുക. ഇപ്പോൾ കുന്നിയോർ മലയിലൊക്കെ സോയിൽ നെയിലിംഗ് ചെയ്ത സ്ഥലത്ത് അത് മുഴുവൻ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണിട്ട് അതിൻ്റെ സൈഡിലുള്ള സ്ഥലങ്ങൾ കൂടെ ഇപ്പോൾ ഏറ്റെടുക്കേണ്ടി വന്നു. കാരണം അവിടെ ആളുകൾക്ക് താമസിക്കാൻ പറ്റുന്നില്ല. അവരെ മാറ്റി താമസിപ്പിച്ച് അവർക്ക് ഇത്രയും വാടക കൊടുത്ത് അവരുടെ സ്ഥലം ഏറ്റെടുക്കേണ്ടതായിട്ട് വരിക. മുക്കാളിയിൽ ഇത് മൊത്തം ഭിത്തി പോലെ പൊളിഞ്ഞ് റോഡിലേക്ക് വീണു. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഇപ്പോൾ കഴിഞ്ഞ ദിവസം പൊളിഞ്ഞു വീണു. അപ്പം സോയിൽ നെയിലിംഗ് എന്നുള്ളത് വടകരയുടെ അനുഭവത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഇതിന് നമുക്ക് ചേർന്നതായിട്ടുള്ള ഒരു രീതിയാണ് എന്ന് തോന്നിയിട്ടില്ല. പശ്ചാത്തലത്തിൽ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിൽ സോയിൽ നെയിലിംഗിന്റെ പ്രശ്നവും മറ്റു പല പ്രശ്നങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ അതുൾപ്പെടെ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത് തന്നെയാണ്. ദേശീയപാതയുടെ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട സുരക്ഷാ സംവിധാനങ്ങൾ പരിശോധന നടത്തണം എന്നുള്ളത് ഈ കാലങ്ങളിലെല്ലാം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പം പിന്നെ ശ്രീ KC വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ PAC കമ്മിറ്റി കൂടി വന്നിട്ട് തന്നെ അതിനകത്തുള്ള പാളിച്ചകൾ കൂടി ഞങ്ങൾ അവിടെയും ഉന്നയിക്കുന്നുണ്ട്. കാരണം ഇത് വലിയ അപകടമാണ്. അതിൻ്റെ മേലെ താമസിക്കുന്ന ആളുകൾ, അതിൻ്റെ അടിയിൽ വണ്ടി പോകുന്ന ആളുകൾ, യാത്രക്കാരായിട്ടുള്ള ആളുകൾ, ഇവർക്കൊക്കെ പ്രശ്നം വരില്ലേ. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും ടെക്നിക്കലി ആ കാര്യങ്ങളെക്കുറിച്ച് അറിവുള്ള ആളുകളുമാണ് സംസാരിക്കേണ്ടത്. സോയിൽ നെയിലിംഗ് ആസ് സച്ച് അതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു റീറ്റെയിനിങ് അല്ല എന്നുള്ളത് അനുഭവം കൊണ്ട് പറയുന്നതാണ്. ബാക്കി ഇവിടെ സംഭവിച്ചതോ പോരായ മറ്റു കാര്യങ്ങൾ പറയേണ്ട ആൾ ഞാനല്ല. അത് ടെക്നിക്കലി പരിശോധിച്ച ശേഷം മാത്രം കമൻറ്റ് ചെയ്യേണ്ട കാര്യമാണ്.